ചിക്കൻ കൊണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പത്തിരിയുടെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും. 1/2 കിലോ ബോൺലെസ് ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ എല്ലുള്ള ചിക്കനായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ആ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. കയ്യിൽ അതുപോലെ തന്നെ കട്ടിയുള്ള തൈര് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിലൊന്നും മുങ്ങിപ്പൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു പിടുത്തം കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 20 എണ്ണ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളൊന്നും ഒരുപാട് ബ്രൗൺ കളറായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 3 തക്കാളി നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയിട്ട് വന്നാൽ ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇനി പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. തരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീമും കൂടെ ഒക്കെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. കൂടെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം കുറച്ച് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ചും കൂടെ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഫ്രഷ് ക്രീമും കൂടെ ഒക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. പൊറോട്ട ചപ്പാത്തി ഗീ റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.